ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ഗീതാമഹാത്മ്യം. 1-ാം ശ്ലോകം. ഗീതാശാസ്ത്രമിദം പുണ്യം യാ പഠേത് പ്രയത പുമാൻ വിഷ്ണുപദമവാപ്നോതി ഭയശോകാതിവർജിതഃ. ഇതിൻ്റെ അർത്ഥം, പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവം പഠിക്കുന്നവന് ഭയശോകങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുപദം പോകുന്നു. ശ്ലോകം 2. ഗീതാധ്യയനശീലസ്യ പ്രാണയാമപരസ്യ ച നൈവ സന്ദേഹി പാപാനി പൂർവജന്മകൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണയാമം ശീലിക്കുകയും ചെയ്യുന്നവൻ്റെ പൂർവജന്മകൃത പാപങ്ങളും നശിക്കുകയും പുതിയതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ശ്ലോകം 3. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഹൃത് ഗീതാമൃതസ്നാനം സംസാരമലനാശനം. ശരീരത്തിലെ അഴുക്ക് മാറുവാനായി മനുഷ്യർ ദിവസവും കുളിക്കുന്നു. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാരമലത്തെ നശിപ്പിക്കുന്നു എന്നാണ്. ശ്ലോകം 4. ഗീതാസുഖിതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത്മനിസൃത. അർത്ഥം, ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിൻ്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റ് അനേകം ശാസ്ത്രങ്ങൾ നമുക്ക് എന്തിനാണ്? ശ്ലോകം 5. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനീസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. മഹാഭാരതത്തിൻ്റെ സാരവും ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ ഉപദേശവുമായ ഗീതയുടെ പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നതല്ല. ഇനി 6-ാമത്തെ ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീത ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം, ഒരേയൊരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീതയാണെന്നാണ് പറയുന്നത്. ഒരേയൊരു ഏകോ ദേവ ദേവകീ പുത്ര, ഒരേയൊരു ഈശ്വരൻ ദേവകീപുത്രനായ ശ്രീകൃഷ്ണനാണ്. ഏകോ മന്ത്രസ്ത്യ, ഒരേയൊരു മന്ത്രം ഭഗവാൻ ഉപദേശിച്ചെന്ന നാമമാണ്, അവൻ്റെ നാമമാണ് ഒരേയൊരു മന്ത്രം. ഒരേയൊരു സേവ ഭഗവാനെ സേവിക്കുന്നതാകുന്നു. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.